ആയിരക്കണക്കിന് വർഷം മുമ്പ് തന്നെ പ്രശ്നബാധിതമായ പ്രദേശമാണ് ഈ പലസ്തീൻ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നത് ബൈബിളിൻ്റെ ചരിത്രം തന്നെയാണ്. നന്മയുടെ ശക്തിയും തിന്മയുടെയും ശക്തിയും തമ്മിലുള്ള യുദ്ധമാണ് ഇതിനെക്കുറിച്ച് വിവരിക്കുന്നത്. ദാവീദ് നന്മയുടെ ഭാഗത്തു നിന്ന് തിന്മയുടെ ഭാഗമായ പലസ്തീനെ തകർക്കുവാൻ വേണ്ടി വരുന്ന ആ ചരിത്രം വ്യക്തമാണ്. അതിനുശേഷം ന്യായാധിപന്മാരുടെ പുസ്തകം എടുക്കുമ്പോൾ ദൈവം ന്യായാധിപനായ ശിംശോനെ നിയമിക്കുകയാണ്. ഈ ശിംശോൻ നന്മയുടെ ശക്തിയായി തിന്മയുടെ ശക്തിയായ ഫെലിസ്ത്യ കൂട്ടത്തെ തകർക്കുവാൻ വരികയാണ്. എന്നാൽ ഫെലിസ്ത്യ കൂട്ടം ഇവനെ ചങ്ങലയ്ക്കിട്ട് ഇവനെ തകർക്കുവാനുള്ള എല്ലാ കരുക്കളും നീക്കപ്പെടും. അവസാന നിമിഷത്തിൽ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവനായ ശിംശോൻ ഫെലിസ്ത്യ കൂട്ടത്തെ തകർത്തെറിഞ്ഞു കളഞ്ഞു എന്ന ചരിത്രം വ്യക്തമാണ്. അങ്ങനെയാണെങ്കിൽ എഫെസ്യ ലേഖനത്തിൽ പുതിയ നിയമത്തിൽ വ്യക്തമാണ്, ജഡീക രക്തമല്ല ഇവിടെ ഭരിക്കുന്നത്, വാഴ്ചകളും അധികാരങ്ങളും സ്വർലോക ദുഷ്ടാത്മ സേനയുമാണ് ഈ പ്രദേശത്തെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യന് തടയാനാകുന്നില്ല.